ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബയോഷോട്ട്സ്. നമ്മൾ സെൽ സൈക്കിളിൻ്റെ വീഡിയോ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് വീഡിയോ സെൽ സൈക്കിളിൻ്റെ ഒരു ഓവർവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് വീഡിയോയിൽ ഇൻ്റർഫേസിൻ്റെ സബ്സ്റ്റേജസിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. സോ ഇന്ന് നമ്മൾ സെൽ സൈക്കിളിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള മൈറ്റോട്ടിക് ഫേസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൈറ്റോട്ടിക് ഫേസ് എന്ന് പറയുമ്പോൾ അത് ഒരു സെൽ ഡിവിഷൻ സ്റ്റേജ് ആണ്. അതിന് ഒത്തിരി സബ്സ്റ്റേജസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ആൻഡ് സൈറ്റോകൈനസ് എന്നൊക്കെ. സോ നമുക്ക് ഈ ഓരോ സബ്സ്റ്റേജസിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിൽ ആദ്യത്തെ സ്റ്റേജാണ് പ്രൊഫേസ് സ്റ്റേജ്. സോ പ്രൊഫേസ് സ്റ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം സെല്ലൊന്ന് വരയ്ക്കാം. സെല്ലിൻ്റെ ന്യൂക്ലിയർ മെമ്പറൈൻ, പിന്നെ ഇത് സെൽ മെമ്പറൈൻ ആണ്. അതിൻ്റെ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ജനറ്റിക് മെറ്റീരിയൽ DNA എന്നറിയാം, ന്യൂക്ലിയസിലാണെന്നറിയാം. എപ്പോഴും ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ വരയ്ക്കുമ്പോൾ DNA ഇങ്ങനെ വരയ്ക്കുന്നത്, ഒരു സെൻട്രോമിയറും ഇങ്ങനെ 4 സിലിണ്ടറിക്കൽ ലോബ്സ് പോലെയാണ് നമ്മൾ എപ്പോഴും വരയ്ക്കുന്നത്. നമ്മുടെ നോർമൽ സെല്ലിൽ എപ്പോഴും ഇങ്ങനെയാണോ ക്രോമസോം ഇരിക്കുന്നത്? അല്ല. സെൽ ഡിവിഷൻ്റെ സമയത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ബോഡി ആയിട്ട് ക്രോമസോം കാണപ്പെടുന്നത്. അല്ലാത്ത പക്ഷം ഒരു സെല്ലിൽ ന്യൂക്ലിയസ് ത്രെഡ് പോലെയായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു ത്രെഡ് ലൈക്ക് ഫോമിലാണ് എപ്പോഴും ജനറ്റിക് കണ്ടൻ്റായി DNA കാണുന്നത്. ആ ത്രെഡ് ലൈക്ക് ഫോം ഓഫ് DNA പറയുന്ന പേരാണ് ക്രോമാറ്റിൻ ത്രെഡ്സ്. അപ്പോൾ ഈ ക്രോമാറ്റിൻ ത്രെഡ്സിൻ്റെ കൂടെ തന്നെ ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞ ഓർഗനിലും കാണാം. ഇങ്ങനെ ത്രെഡ് ലൈക്ക് ഫോമിലാണ് എപ്പോഴും ക്രോമസോംസ് നോർമലായിട്ട് ഒരു സെല്ല് കാണപ്പെടുന്നത്. ഇപ്പോൾ സെൽ ഡിവിഷൻ്റെ സമയത്ത്, സെൽ ഡിവിഷൻ എപ്പോഴൊക്കെ നടക്കുന്നത്? മൈറ്റോട്ടിക് സ്റ്റേജിലും മിയോസിസിലൊക്കെ നടക്കുന്നത്. ആ സമയത്ത് മാത്രം ഈ ക്രോമാറ്റിൻ ത്രെഡ്സ് എല്ലാം തന്നെ കണ്ടൻസ്ഡ് ആവും. കണ്ടൻസേഷൻ സംഭവിച്ച് ഇങ്ങനെ സിലിണ്ടറിക്കൽ ബോഡീസ് ഫോം ചെയ്യും. കണ്ടൻസേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മെമ്പറൈൻ വരയ്ക്കാണ്. ഓക്കെ, ഈ കണ്ടൻസേഷൻ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോയിലിങ്ങും ഫോൾഡിങ് ഓഫ് ക്രോമാറ്റിൻ ഫൈബേഴ്സ് ചെയ്യുന്നു. ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സ് കോയിൽ ചെയ്ത് ഫോൾഡ് ചെയ്ത് ന്യൂക്ലിയോസോം എന്നും സോളിനോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡർസ്റ്റേജിന് ശേഷം ഇതുപോലെ സിലിണ്ടറിക്കൽ ബോഡീസ് ആയിട്ട് മാറുന്നു. ഈ ബോഡീസ് നോക്കി നമുക്കറിയാം കുറച്ചും കൂടി ഷോർട്ടറാണ്, തിക്കറാണ്, കുറച്ചുകൂടി സ്റ്റെയിനബിൾ ആണ്. സ്റ്റെയിൻ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ നമുക്ക് ഈ സെൽ ഡിവിഷൻ സ്റ്റേജൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു കോയിൽഡ് ഫിലമെന്റിൽ നിന്നുള്ള ഈ സിലിണ്ടറിക്കൽ ബോഡീസ് ഉള്ള ഈ ക്രോമാറ്റിക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ന്യൂക്ലിയർ മെമ്പറൈൻ ഡിസപ്പിയർ ആവുന്നുണ്ട്, അതിൻ്റെ ന്യൂക്ലിയോലസും ഡിസപ്പിയർ ആവുന്നുണ്ട്. സെൽ മെമ്പറൈൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ പ്രൊഫേസ് സ്റ്റേജിൽ. പിന്നെ ഈ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ബോഡീസും. പ്രൊഫേസ് സ്റ്റേജിൽ ഇതാണ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജാണ് മെറ്റാഫേസ് സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് വരയ്ക്കാം. അപ്പോൾ ന്യൂക്ലിയർ മെമ്പറൈൻ ഡിസപ്പിയർ ആയി. ഇപ്പം നമുക്ക് സെൽ മെമ്പറൈൻ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി വലുതാക്കി വരയ്ക്കുകയാണേ. സെൽ മെമ്പറൈനിൽ പിന്നെ നമ്മൾ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള സിസ്റ്റർ ക്രോമാറ്റിഡ്സ് കാണാം. ഓക്കെ, ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് അലൈൻ ചെയ്യാൻ തുടങ്ങും. അതായത് ഈ എല്ലാ ക്രോമസോം നമ്മൾ 2 എണ്ണമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പം നോർമലി ഇതിലുള്ള എല്ലാ DNA കണ്ടൻറ്റും ഇക്വറ്റോറിയൽ പ്ലേറ്റിലേക്ക് അറേഞ്ച് ചെയ്യാൻ തുടങ്ങും. ഇപ്പം നമുക്കൊരു 3-4 എണ്ണം വരയ്ക്കാം. ഓരോ സിലിണ്ടറിക്കൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സും അതിൻ്റെ ഇക്വറ്റോറിയൽ പൊസിഷൻ നോക്കി തന്നെ അറേഞ്ച് ചെയ്യുന്നു. ഈ അറേഞ്ച്മെൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ സ്മോളർ ക്രോമസോംസ് എല്ലാം തന്നെ ഉള്ളിൽ ഇൻറ്റീരിയർ റീജിയനിലേക്കും അതിൻ്റെ ലാർജ് ക്രോമസോംസ് പെരിഫറൽ റീജിയനിലേക്കുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഓൾമോസ്റ്റ് സെൻറ്ററാണ്. ഈ ഇക്വറ്റോറിയൽ റീജിയനെ വിളിക്കുന്ന പേരാണ് മെറ്റാഫേസ് പ്ലേറ്റ് എന്നാണ് വിളിക്കുന്നത്. മെറ്റാഫേസ് പ്ലേറ്റ്. ഓക്കെ, ഈ മെറ്റാഫേസ് പ്ലേറ്റിലേക്ക് എങ്ങനെ ഈ ക്രോമസോംസ് അറേഞ്ച് ചെയ്യുന്നത്? തന്നെ ഒരിക്കലും ഒരു ക്രോമസോമിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ക്രോമസോമിന് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വേറൊരു അപ്പാരറ്റസ് വേണം. അതായത് സെൻട്രോസോം എന്നോ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പാരറ്റസ് വഴിയിട്ടാണ് നടന്നത്. സെൻട്രോസോം കണ്ടോ, ഒരു സെൻട്രോസോം എന്ന് പറഞ്ഞ ഓർഗനുണ്ട്. ആ ഓർഗനിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് ഡയറക്റ്റ്ലി ക്രോമസോമിൻ്റെ സെൻട്രോമിയറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ക്രോമസോമിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ മൂവ്മെൻറ്റ് വഴിയിട്ടാണ് ഇത് ഇക്വറ്റോറിയൽ അല്ലെങ്കിൽ മെറ്റാഫേസ് പ്ലേറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഈ മൂവ്മെൻറ്റിന് നമ്മൾ കൺഗ്രഷൻ എന്നാണ് വിളിക്കുന്നത്. ദിസ് മൂവ്മെൻറ്റ് ഈസ് കോൾഡ് കൺഗ്രഷൻ. ഫൈൻ, മെറ്റാഫേസ് പ്ലേറ്റ് കംപ്ലീറ്റ് ആയി.
ഇനി നെക്സ്റ്റ് സ്റ്റേജ് ആണ് അനാഫേസ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൊഫേസും മെറ്റാഫേസ്, നെക്സ്റ്റ് ഈസ് അനാഫേസ് സ്റ്റേജ്. അനാഫേസ് സ്റ്റേജിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ക്രോമസോംസും ആദ്യം എവിടെയായിട്ട് വന്നു? ഇക്വറ്റോറിയൽ പ്ലേറ്റിൻ്റെ ആ ഭാഗത്തേക്ക് വന്നു. നമ്മൾ സെൽ മെമ്പറൈൻ വരയ്ക്കുകയാണ്. ഈ ഇക്വറ്റോറിയൽ ഭാഗത്തിലേക്ക് വന്ന എല്ലാ ക്രോമസോംസും അതിൻ്റെ സെൻട്രോമിയർ ഭാഗത്ത് വെച്ചിട്ട് കട്ട് നടക്കുന്നു. കണ്ടോ, സെൻട്രോമിയറിൽ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താവും? ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. കണ്ടോ, മുകളിലൊരു ഭാഗം ഉണ്ടാവും, താഴെ ഒരു ഭാഗം ഉണ്ടാവും. അങ്ങനെ ഈക്വൽ ഹാഫ്സ് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അതായത് സ്പ്ലിറ്റിംഗ് എ പാർട്ട് ഓഫ് ദി സെൻട്രോമിയർ ഓഫ് ദി 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. അപ്പോൾ അത് ഓപ്പോസിറ്റ് പാർട്ടിലേക്ക് അതിൻ്റെ ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ വിളിക്കുന്ന പേരാണ് ഡോട്ടർ ക്രോമസോംസ് എന്ന് വിളിക്കുന്നത്. കാരണം ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സിൻ്റെ ഈക്വൽ ഹാഫാണ്. അപ്പോൾ ഡോട്ടർ ക്രോമസോംസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ സെൻട്രോസോം ഉണ്ട്, സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ട്. ഇതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ ക്രോമസോമിൻ്റെ ഷേപ്പ് നോക്കി അറിയാം, ഒരു വി ഷേപ്പ് അല്ലെങ്കിൽ എൽ ഷേപ്പ് ക്രോമസോംസ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഈക്വൽ ഹാഫ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും ഈക്വൽ ക്യാരക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഡിവിഷൻ്റെ സമയത്ത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള ജനറ്റിക് കണ്ടൻറ്റ് 2 സെല്ലിലേക്ക് പോകുന്ന രീതിയിലാണ് ഈ ഓപ്പോസിറ്റ് പോൾസിലേക്ക് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഈക്വൽ ഡിവിഷനാണ് നടക്കുന്നത് അനാഫേസ് പ്ലേറ്റിൽ. ഓൾ റൈറ്റ്, ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ടീലോഫേസ് സ്റ്റേജ് ആണ്. ടീലോഫേസ് സ്റ്റേജ്. സോ ടീലോഫേസ് സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്? ടീലോഫേസ് സ്റ്റേജിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനറ്റിക് കണ്ടൻ്റായ DNA ഫൈനൽ സ്റ്റേജ് ഓഫ് ഡിവിഷനാണ് നടക്കുന്നത്. നമ്മൾ ഈക്വലായിട്ട് എല്ലാം ഡിവൈഡ് ചെയ്തു അനാഫേസ് ആ ഒരു ഫേസിൽ. ഈ പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ഓപ്പോസിറ്റ് പോൾസിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ജനറ്റിക് മെറ്റീരിയലിന് പാക്കിംഗ് ആണ് മെയിൻലി ടീലോഫേസ് സ്റ്റേജിൽ നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് റീക്യാപിറ്റുലേറ്റ് പ്രൊഫേസ് സ്റ്റേജ്. പ്രൊഫേസ് സ്റ്റേജിൽ എന്താണ് സംഭവിച്ചത് അതേപോലെ തന്നെ തിരിച്ച് റിവേഴ്സൽ നടക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ റിവേഴ്സൽ നടക്കുന്നത്? അതിൻ്റെ ന്യൂക്ലിയർ മെമ്പറൈൻ ഇവിടെ ഡിസപ്പിയർ ആയി. അപ്പോൾ തിരിച്ച് ന്യൂക്ലിയർ മെമ്പർ റീഅപ്പിയർ ചെയ്യുകയാണ് ടീലോഫേസ് സ്റ്റേജിൽ. ന്യൂക്ലിയർ മെമ്പറൈനും റീഅപ്പിയർ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ 2 ന്യൂക്ലിയർ മെമ്പറൈനായി. കാരണം നമ്മൾ ഈ ഡോട്ടർ ക്രോമസോംസ് ഈക്വൽ ഡിവൈഡ് ചെയ്തില്ലേ, ഈ ഡോട്ടർ ക്രോമസോം 2 എണ്ണം വന്നു. അപ്പോൾ 2 ന്യൂക്ലിയർ മെമ്പറൈൻ ഇവിടെ വന്നു. പിന്നെ നമ്മുടെ ആ ക്രോമസോംസ് എല്ലാം തന്നെ ക്രോമാറ്റിൻ ത്രെഡ്സ് ആയിട്ട് പിന്നെയും റീഅപ്പിയർ ചെയ്തു, കണ്ടൻസേഷൻ മാറി. അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയോലസ് ഇല്ലേ, അതും റീഅപ്പിയർ ചെയ്യാൻ തുടങ്ങി. സോ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് മാറാണ്. ഇറ്റ് റീക്യാപിറ്റുലേറ്റ്സ് പ്രൊഫേസ് സ്റ്റേജ്. പക്ഷേ നമ്മുടെ നേരത്തെ പറഞ്ഞ സെൻട്രോസോമും സ്പിൻഡിൽ ഫൈബേഴ്സും ഒക്കെ ഇല്ലേ, അതൊക്കെ ഈ ഭാഗത്താവുമ്പോൾ ഡിസപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം റീഅപ്പിയർ ചെയ്യുന്നു. പ്രൊഫേസ് സ്റ്റേജ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അപ്പോൾ ഒരു 1 സെല്ലിൽ നിന്ന് 2 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫൈനൽ സ്റ്റേജ് ആണ് സൈറ്റോകൈനസിസ് എന്നാണ് പറയുന്നത്. സൈറ്റോകൈനസിസ്. സൈറ്റോകൈനസിസ് സംഭവിക്കുന്ന കാരിയോകൈനസിസും നമ്മൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് കഴിഞ്ഞു. പ്രൊഫേസിലും മെറ്റാഫേസിലും അനാഫേസിലും ടീലോഫേസിലും. സൈറ്റോകൈനസിലെ സൈറ്റോപ്ലാസം ഡിവിഷനാണ്. അതെങ്ങനെയാണ്? 2 ഫെറോസ് പോലെ 2 സെല്ലിൽ ആ ഒരു സൈഡിലായിട്ട് സെൽ മെമ്പറൈൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഫോം ചെയ്യും. കണ്ടോ, 2 സൈഡിൽ 2 ഫെറോസ് ആയിട്ട് ഫോം ചെയ്യും. ഈ ഫെറോസ് ജോയിൻ ചെയ്ത് അതായത് ഒരു സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് സൈറ്റോപ്ലാസം പോലെ തന്നെ ഈ ഫെറോസ് ഫോം ചെയ്തിട്ട് ഡീപ്പൻ ചെയ്തും അണ്ടിൽ ഇറ്റ് ഡിവൈഡ് ഇൻടു 2. അങ്ങനെ ഡീപ്പൻ ചെയ്തിട്ട് 2 സെപ്പറേറ്റ് സൈറ്റോപ്ലാസമായിട്ട് അത് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ന്യൂക്ലിയർ മെമ്പറൈൻ വിച്ച് ത്രെഡ് ലൈറ്റ് ക്രോമാറ്റിൻ ത്രെഡ്സ്. ഇപ്പോൾ 2 സെല്ലും സെപ്പറേറ്റ് ക്രോമാറ്റിൻ ത്രെഡ്സ് ആയി. പിന്നെ നമ്മുടെ ന്യൂക്ലിയോലസും. അപ്പോൾ 2 ഈക്വൽ ഹാഫ്സ് ഓഫ് പാരൻറ്റ് സെൽ ഫോം ചെയ്യുന്നു. ഇവരെയാണ് നമ്മൾ ഡോട്ടർ സെൽസ് എന്ന് വിളിച്ചിരുന്നത് അല്ലേ. ഡോട്ടർ സെൽസ് ഫൈനലി നമുക്ക് കിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സ്റ്റേജ് ഓഫ് മൈറ്റോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തു. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്ന് പറഞ്ഞ് സൈറ്റോകൈനസിസ് വഴി കംപ്ലീറ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ഈ സെൽ സൈക്കിൾ ഒന്ന് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേജസുമായി, ഇൻ്റർഫേസുമായി, മൈറ്റോട്ടിക് ഫേസുമായി. മൈറ്റോട്ടിക് ഫേസിൻ്റെ പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, സൈറ്റോകൈനസിസ് കഴിഞ്ഞു. ഇതിൻ്റെ ഓർഡർ എങ്ങനെ പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ G1 ഫേസ് കഴിഞ്ഞിട്ട്
എസ് ഫേസ് ആയി, പിന്നെ G2 ഫേസ് ആയി, പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, സൈറ്റോകൈനസിസ്. അപ്പോൾ എത്തുമ്പോൾ നമുക്ക് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുകയാണ്. സിംഗിൾ സെല്ലിൽ നിന്ന് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. പിന്നെ ഇവർ മെച്യൂർ ആയിട്ട് പിന്നെ ഈ ഓരോ ഡോട്ടർ സെൽസും ഇൻഡിവിജ്വലി ഓരോ സെൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സെല്ലിൽ നിന്ന് മൾട്ടിപ്പിൾ സെൽസ് ഓരോ സെൽ സൈക്കിൾ പാസ് ചെയ്ത് നമുക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത്ര ഫേസേ ഉള്ളൂ അല്ല, ഏതൊരു പാരൻറ്റ് സെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ പാരൻറ്റ് സെല്ല് ഡിഫക്റ്റീവ് ആണെങ്കിലും ഒരിക്കലും ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഡോട്ടർ സെല്ല് ഫോം ചെയ്യാൻ സാധിക്കത്തില്ല, അത് പറ്റത്തില്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ സെൽസൊക്കെ എന്തായിട്ട് മാറും? ഇതൊരു വേറെ സെപ്പറേറ്റ് ഫേസിലേക്ക് മാറാണ് ചെയ്യുന്നത്. ആ ഫേസിൻ്റെ പേരാണ് G0 ഫേസ് എന്ന് പറയുന്നത്. G0 ഫേസ് എന്ന് പറയുമ്പോൾ അതൊരു റെസ്റ്റിംഗ് ഫേസ് ആണ്. ആ സെല്ല് ആക്റ്റീവ് അല്ല, ആ സെല്ലിന് ഡിവൈഡ് ചെയ്യത്തില്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ G0 ഫേസ് എന്നാണ് വിളിക്കുന്നത്. G0 ഫേസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഇനാക്റ്റീവ് ഫേസ് അല്ലെങ്കിൽ ക്യൂസൻറ്റ് ഫേസ്. അത് ഇൻ്റർഫേസിൻ്റെ ഇടയിലായിരിക്കും മെയിൻലി G0 ഫേസ് നടക്കുന്നത്. അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള സെല്ലാണെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ അതൊരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇനാക്ടിവിറ്റി എന്ന് പറയുമ്പോൾ പല രീതിയിൽ വരാം. അതായത് ഡാമേജ് ആയിട്ടുള്ള സെല്ലാവാം. സപ്പോസ് ഒരു ഡാമേജ് ആയിട്ടുള്ള സെല്ലെന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ അതിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റീവ് ആയിരിക്കും, അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാണ്. ഡിഫക്റ്റീവ് ആയിട്ടുള്ള DNA കണ്ടൻ്റ് ആവാം, അല്ലെങ്കിൽ സെൽ ഓർഗനൈസ് ഒരു വീക്കായിരിക്കാം. അപ്പോൾ അതിന് റെസ്റ്റിംഗ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ആ റെസ്റ്റിംഗ് ഫേസിലേക്ക് അത് കിടക്കുന്നത്. അതല്ലെങ്കിൽ ഈ സൈറ്റോപ്ലാസത്തിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും റേഷ്യോ ഈക്വൽ ആയിരിക്കത്തില്ല. അപ്പോൾ അത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പാരൻറ്റിൽ നിന്ന് ഡിഫക്റ്റീവ് ഡോട്ടർ ആയി മാറാതെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് G0 ഫേസ്. ഇപ്പോൾ ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള സെൽസ് മാത്രമായിട്ട് ഫോം ചെയ്യുമ്പോൾ 2 രീതിയിൽ നടക്കും. ഒന്നെങ്കിൽ ഈ ഡിഫക്റ്റീവ് സെല്ലിനെ കറക്ഷൻ നടത്തും, അതായത് ഡിഫക്റ്റീവിനെ കറക്റ്റ് ചെയ്ത് നല്ലതാക്കും. ഒട്ടും കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു ഡെത്ത്. അപ്പോപ്ടോസിസ് വഴിയിട്ട് അത് കംപ്ലീറ്റ് ഡെത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ G0 ഫേസിൻ്റെ നമുക്കൊരു കാര്യം പറയാനുള്ളത്, G0 ഫേസ് ഇങ്ങനെ നടക്കുമ്പോൾ ഡിഫക്റ്റീവ് ആയിട്ടുള്ള മാത്രം സെല്ലാണ് G0 ഫേസിൽ പോകുന്നത് അല്ല. ഡിഫക്റ്റീവ് ആയിട്ടുള്ള സെല്ല് മാത്രമല്ല G0 ഫേസിൽ പോകുന്നത്. നമ്മുടെ മെച്യൂർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സെല്ലുണ്ടെങ്കിൽ അതും G0 ഫേസിലേക്ക് പോകുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹാർട്ട് സെൽസ്, നെർവ് സെൽസ് ഓൾറെഡി മെച്യൂർ ആണ്, അതിന് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഇറ്റ് റിമെയിൻസ് G0 പെർമനൻ്റ്ലി. സെൽസ് ആർ അലൈവ്. സെൽസ് അലൈവ് ആണ് രണ്ടിടത്തിൻ്റെയും, ഹെഡ് സെൽസിനും നെർവ് സെൽസും. മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, പക്ഷേ ഇറ്റ് വിൽ നോട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ട്യൂമർ സെൽസും ക്യാൻസർ സെൽസും നമ്മൾ എപ്പോഴും കേൾക്കുന്ന സംഭവമാണ്. എന്താണ് ഈ ട്യൂമർ സെൽസും ക്യാൻസർ സെൽസും? നമ്മൾ പറഞ്ഞു ഇത് G0 ഫേസിലേക്ക് അടുക്കുമെന്ന്. എപ്പോഴാണ് ഈ സെൽ സൈക്കിൾ G0 ഫേസിലേക്ക് അടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ അത് നോർമലായി ഡിവൈഡ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്? അത് ഓരോ ഭാഗത്തും ഒരു ചെക്ക് പോയിന്റുകളുണ്ട്. ചെക്ക് ചെയ്യും അത് ഡിഫക്റ്റീവ് ആണോ അല്ലെങ്കിൽ അത് മെച്യൂർ ആണോ അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന്. ഇപ്പോൾ ഈ ചെക്ക് പോയിൻറ്റ്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള സെൽസ് എല്ലാം തന്നെ ഫോം ചെയ്ത് ഒരു ട്യൂമർ പോലത്തെ ഒരു അഗ്രിഗേഷൻ വരാണ് ചെയ്യുന്നത്. ആ ട്യൂമർ അഗ്രിഗേറ്റ് ചെയ്ത് പിന്നെ അത് വലിയ ക്യാൻസറായിട്ട് വരാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജസിലും നമുക്ക് ഒത്തിരി ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട് ഓരോ സ്റ്റേജിലും. അപ്പോൾ ഈ ചെക്ക് പോയിൻറ്റ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോസിൽ എന്താണ് ചെക്ക് പോയിൻറ്റ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. സോ അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺ.